നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിലാണുള്ളത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത, ഇവിടെ പഴയകാല ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഫറോവ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃഷി ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എല്ലാം നമുക്കിവിടെ കാണാൻ സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇവിടെ 22ഓളം മമ്മികളുണ്ട്. മമ്മികൾ എന്ന് പറയുമ്പോൾ അതിൽ 4 സ്ത്രീകളുടെയും അതുപോലെ തന്നെ ബാക്കി പുരുഷന്മാരുടെയും മമ്മികളാണ്. രാജാക്കന്മാരും രാജ്ഞികളുമാണ് അവർ. അതിൽപ്പെട്ട ഒന്നാണ് ഫറോവയുടെ ജഡം. അതും നമുക്കിവിടെ കാണാൻ കഴിയും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് യൂനുസിൽ 92-ാം വാക്യത്തിൽ അള്ളാഹു പറഞ്ഞു, ഫല്യോമനു നജീക ബി ബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശരീരം ഞാൻ ഇന്നിവിടെ സൂക്ഷിക്കും. നിന്റെ ശരീരം സൂക്ഷിക്കുന്നത് പിൽക്കാല ജനതയ്ക്ക് നീ ഒരു മാർഗരേഖയാകുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കൊരു പാഠമാണ് ഫിർഔൻ എന്നാണ്. ഒരു കണക്ക് പ്രകാരം 1235-ലാണ് ഫറോവ മുങ്ങിയത്. 1881-ലാണ് ആ ജഡം ചെങ്കടലിൽ നിന്ന് കിട്ടിയത്. അതനുസരിച്ച് അനുമാനിക്കാം ഏകദേശം 3116 വർഷം കടലിൽ അത് കിടന്നു എന്ന്. പിന്നീട് ആ ജഡം വിദേശത്ത് കൊണ്ടുപോയി പരിശോധിച്ച് കൊണ്ടുവന്ന് അത് ഇങ്ങനെ കടലിൽ മുങ്ങിക്കിടന്നത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളൊക്കെ നിർവഹിക്കപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അക്കാലഘട്ടത്തിലെ മറ്റുള്ള രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും ശവശരീരങ്ങളെല്ലാം മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചതാണെങ്കിൽ ഫിർഔന്റെ ജഡം ആ തരത്തിൽ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചതല്ല. അത് മറിച്ച് കടലിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പ്രത്യേകമായി സൂക്ഷിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ മഹത്തായ ഫല്യൂമൻ ഉനജീക ബി ബദനിക, നിന്റെ ശരീരം ഞാനിവിടെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിൽ നമുക്ക് ആ ശരീരം ഇന്നും കാണാവുന്നതാണ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര വസ്തുതകളുണ്ട്. പണ്ട് കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ പരിശുദ്ധ കഅബയുടെ കില്ല ഇവിടെയാണ് നിർമ്മിച്ചിരുന്നത്. ആ കില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒട്ടകക്കട്ടിൽ, അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്ന മനോഹരമായ ഒട്ടകക്കട്ടിൽ ഇവിടെയുണ്ട്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ച മിമ്പറിൻ്റെ രൂപമുണ്ട്, പഴയ പള്ളികൾക്ക് വേണ്ടി നിർമ്മിച്ചത്. അതുപോലെ തന്നെ മദീന പള്ളിയുടെ പഴയകാല വാതിൽ. ഒട്ടോമൻകാർ ആ പ്രദേശമൊക്കെ ഭരിച്ചിരുന്നു. പണ്ട് മക്കയും മദീനയും എല്ലാം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പലതും അവർ ഇവിടെ കൊണ്ടുവന്ന് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോപ്കാപ്പി മ്യൂസിയത്തിലും തുർക്കിയിലുള്ള തോപ്കാപ്പി മ്യൂസിയത്തിൽ ഇതിൻ്റെ ശേഷിപ്പുകൾ ഒരുപാട് കാണാൻ കഴിയും. അതുപോലെയുള്ള ഒരുപാട് ചരിത്ര വസ്തുതകൾ നമുക്കിവിടെ വിശാലമായി കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ കാലഘട്ടത്തിലെ ആൻഷ്യൻ്റ് ഈജിപ്ത് പീരീഡിലെ എല്ലാ കാര്യങ്ങളും